Hello friends, GK Well Done PSCയുടെ ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ആവർത്തിക്കുന്ന ചോദ്യഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ത്യൻ വൈസ്രോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വൈസ്രോയുടെ ഒരു ഫുൾ കോഴ്സ് നമ്മൾ അൺഅക്കാഡമി എന്ന ആപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ ഫുൾ ക്ലാസ്സുകളും നിങ്ങൾക്ക് PPT സഹിതം നോട്ട്സ് ആയിട്ട് അൺഅക്കാഡമി വഴി ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ്സുകൾ ലിങ്ക് നിങ്ങൾക്കുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ Gmail ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് സെർച്ച് ബാറിൽ ആഷ്ന ഷാജി എന്ന എൻ്റെ പ്രൊഫൈൽ ലിങ്ക് സന്ദർശിക്കുക. പ്രൊഫൈൽ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രാഷ് കോഴ്സുകൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ RPF നിങ്ങൾ പങ്കെടുക്കുന്ന ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമി വഴി GK Well Done PSC നൽകുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. PPT നോട്ട്സ് ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിൽ തരുന്ന അതേ സപ്പോർട്ട് എനിക്ക് അൺഅക്കാഡമി എന്ന പ്രൊഫൈലും തരിക. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. പ്രൊഫൈൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വേണ്ട ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. GK Well Done PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ വൈസ്രോയ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇന്ത്യൻ വൈസ്രോയ് ആയിട്ടുള്ള ലോർഡ് വില്ലിംഗ്ടനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ലോർഡ് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1931 to 36 ആണ്. അപ്പോൾ ലോർഡ് വില്ലിംഗ്ടന്റെ കാലഘട്ടം 1931 to 36 ആണ്. The second and third round table conference were held during the period of Lord Wellington. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് രണ്ടാമത്തതും മൂന്നാമത്തതുമായിട്ടുള്ള വട്ടമേശ സമ്മേളനം നടത്തപ്പെട്ടത്. Pune Pact Act was signed between Dr. B.R. Ambedkar and Gandhiji in 1932 during the period of Lord Wellington. അപ്പോൾ ലോർഡ് വില്ലിംഗ്ടന്റെ സമയത്തായിരുന്നു പൂന പാക്ട് ആക്ട് ഡോക്ടർ B.R. അംബേദ്കറും ഗാന്ധിജിയും സൈൻ ചെയ്തത്. ഓക്കെ, 1932 The communal award was proclaimed by the British Prime Minister Ramsay MacDonald. അപ്പോൾ റാംസായ് മക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രൊക്ലെയിം ചെയ്തത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് പ്രൊക്ലെയിം ചെയ്ത ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് റാംസായ് മക്ഡൊണാൾഡ്. അതോടൊപ്പം ദി കമ്മ്യൂണൽ അവാർഡ് വാസ് പ്രൊക്ലെയിംഡ് ഓൺ August 16, 1932. ഓഗസ്റ്റ് 16, 1932 കമ്മ്യൂണൽ അവാർഡ് പ്രൊക്ലെയിം അല്ലെങ്കിൽ അത് പറഞ്ഞത്. ഓക്കെ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അറ്റ് ഡെഹ്റാഡൂൺ, an office training academy of Indian Army was established in 1932 by Lord Wellington. അപ്പോൾ ലോർഡ് വില്ലിംഗ്ടൺ ആണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണും അതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് അക്കാഡമി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അക്കാഡമി നിലവിൽ കൊണ്ടുവന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലോർഡ് വില്ലിംഗ്ടനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് കൊണ്ടുവന്നത്. പൂന പാക്ട് സൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തായിരുന്നു. ഡോക്ടർ B.R. അംബേദ്കർ ആൻഡ് ഗാന്ധിജി ഇവരാണ് ആ പൂന പാക്ട് സൈൻ ചെയ്തത് 1932. കമ്മ്യൂണൽ അവാർഡ് പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് റാംസായ് മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്ന വർഷം 1932 ഓഗസ്റ്റ് 16 ആണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണും ഒരു ഓഫീസ് ട്രെയിനിങ് അക്കാഡമി ഓഫ് ഇന്ത്യൻ ആർമി നിലവിൽ കൊണ്ടുവന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആണ് 1932. ഓക്കെ, അടുത്തത് The Viceroy of India when all Indian Kisan Sabha was formed. ഇന്ത്യൻ കിസാൻ സഭ ഫോം ചെയ്ത സമയത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് വില്ലിംഗ്ടൺ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. വൈസ്രോയ് ഓഫ് ദ ഇന്ത്യ വെൻ RBI came into force. RBI നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ലോർഡ് വില്ലിംഗ്ടൺ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതു? RBI നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ഇന്ത്യയുടെ ലോർഡ് വില്ലിംഗ്ടൺ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1935 അദ്ദേഹമായിരുന്നു, വില്ലിംഗ്ടൺ ആണ്.
ഓൾ കിസാൻ സഭ ഫോം ചെയ്തപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് വില്ലിംഗ്ടൺ ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലോർഡ് ലിങ്ലിങ്തോവിനെ കുറിച്ചിട്ടാണ്. ലോർഡ് ലിങ്ലിങ്തോവിന്റെ കാലഘട്ടം 1936 to 43 ആണ്. ദ ലോങ്സ്റ്റ് സെർവിംഗ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കാലം ഭരിച്ച വൈസ്രോയി ആയിരുന്നു ലോർഡ് ലിങ്ലിങ്തോ. ബർമ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയും ഇദ്ദേഹമായിരുന്നു. 1937 ദ വൈസ്രോയ് വെൻ ബർമ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, ആരായിരുന്നു? ലോർഡ് ലിങ്ലിങ്തോ ആയിരുന്നു. 1937 ലോർഡ് ലിങ്ലിങ്തോ പുട്ട് ഫോർവേഡ് ദ ഓഗസ്റ്റ് ഓഫർ. അദ്ദേഹം ഓഗസ്റ്റ് ഓഫർ നിലവിൽ കൊണ്ടുവന്നത്, പുട്ട് ഫോർവേഡ് ചെയ്തത് 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ആരംഭിച്ചത് 1914 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തായിരുന്നു. അതോടൊപ്പം തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതും 1942 ലോർഡ് ലിങ്ലിങ്തോയുടെ കാലഘട്ടത്തായിരുന്നു. അപ്പൊ ലോർഡ് ലിങ്ലിങ്തോനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ലോങ്സ്റ്റ് സെർവിംഗ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി ആയിരുന്നു ലോർഡ് ലിങ്ലിങ്തോ. ബർമ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു. അതോടൊപ്പം തന്നെ 1937 ബർമ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത്. അതോടൊപ്പം അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തത് ഓഗസ്റ്റ് ഓഫർ 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1942 ക്രിപ്സ് മിഷൻ അറൈവ്ഡ് ഇൻ 1942. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ നിലവിൽ കൊണ്ടുവന്നത് ലോർഡ് ലിങ്ലിങ്തോയുടെ സമയത്തായിരുന്നു. ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ വെൻ കോൺഗ്രസ് came into power in provinces. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പവറിൽ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ്, ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ലിങ്ലിങ്തോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്തപ്പം 1940 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 1942 ക്രിപ്സ് മിഷൻ 1942 ഇദ്ദേഹത്തിന്റെ ലോർഡ് ലിങ്ലിങ്തോയുടെ സമയത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നപ്പോൾ, നിലവിൽ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ വൈസ്രോയി ലോർഡ് ലിങ്ലിങ്തോ ആയിരുന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലോർഡ് വാവലിനെ കുറിച്ചിട്ടാണ്. The Viceroy of India when Clement Attlee proclaimed independence to India. Clement Attlee independence of India. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് പ്രൊക്ലെയിം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ വൈസ്രോയ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ലോർഡ് വാവലാണ് അല്ലെങ്കിൽ ലോർഡ് വേവലാണ്. ഓക്കെ, വൈസ്രോയ് വെൻ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് വാസ് പാസ്ഡ്. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് പാസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ആണ് ലോർഡ് വേവൽ. സിംല കോൺഗ്രസ് ഹെൽഡ് ചെയ്തത് വേവൽ പ്ലാനിലായിരുന്നു 1945. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 ദ വൈസ്രോയ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി December 6, 1946 ലോർഡ് വാവൽ ആയിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിലവിൽ കൊണ്ടുവന്നത്, ഫോർമേഷൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് വാവൽ ആണ്. ഡ്യൂറിംഗ് ദ ഇയർ 1946 December 6. ഫോർമേഷൻ ഓഫ് ഇന്റീരിയർ ഗവൺമെന്റ് ഫോം ചെയ്തത് September 2, 1946 ദ പ്രസിഡന്റ് ഓഫ് ഇന്റീരിയർ ഗവൺമെന്റ് വാസ്, ആരാണത് പ്രസിഡന്റ് എന്ന് പറയുന്നത്? ലോർഡ് വേവൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. ക്ലെമന്റ് അറ്റ്ലി ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് പ്രൊക്ലെയിം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആണ്. അതോടൊപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ചെയ്തപ്പോൾ വൈസ്രോയി ആയിരുന്ന ലോർഡ് വേവൽ ആണ്. സിംല കോൺഫറൻസ് ഹെൽഡ് ചെയ്തത് വാവൽ പ്ലാനിലായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫോർമേഷന്റെ സമയത്തെ ലോർഡ് വേവൽ ആയിരുന്നു നമ്മുടെ വൈസ്രോയി ഇരുന്നത്. ഇന്റീരിയർ ഗവൺമെന്റ് ഫോം ചെയ്തത് September 2, 1946 ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് വാസ് ഓൾസോ ലോർഡ് വേവൽ. റോയൽ നേവിയിൽ മ്യൂച്യൂണിറ്റി ഹെൽഡ് ചെയ്തത് 1946 ദ വൈസ്രോയ് വെൻ മുസ്ലിം ലീഗ് സെലിബ്രേറ്റഡ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഇൻ August 16, 1946. അപ്പോൾ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്ത സമയത്തെ വൈസ്രോയും ലോർഡ് ആരായിരുന്നു? ലോർഡ് വേവൽ ആയിരുന്നു. ഡ്യൂറിംഗ് ദ ഇയർ 1946 August 16. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോർഡ് വേവലിനെ കുറിച്ചും അതോടൊപ്പം ലിങ്ലിങ്തോയെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഈ ഒരു ഫുൾ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ സന്ദർശിക്കുക. ഒട്ടനേകം കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.